ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം, പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്ന് 1 ദിനവൃത്താന്തത്തിൻ്റെ 8-ാമത്തെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. ബെഞ്ചമിൻ, യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളിൽ ഏറ്റവും ഇളയവനായ ബെഞ്ചമിൻ്റെ ഗോത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ബെഞ്ചമിൻ ഗോത്രവും പ്രവാസത്തിലേക്ക് പോകാൻ കാരണമായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗേര എന്നായിരുന്നു. ഒരു കുടുംബത്തിനും ഒരു വംശത്തിനും ഒരു സമൂഹത്തിനും സൽപ്പേരുണ്ടാക്കുവാനും ദുഷ്പേരുണ്ടാക്കാനും 1-2 പേര് ശ്രമിച്ചാൽ മതി. ഇസ്രായേൽ ജനത്തിന് സൽപ്പേരുണ്ടാക്കി കൊടുത്ത, അനുഗ്രഹമുണ്ടാക്കി കൊടുത്ത വ്യക്തിയായിരുന്നു മോശ. എന്നാൽ ഇസ്രായേൽ ജനത്തിനെ അപമാനിക്കപ്പെട്ട് തോൽക്കുവാൻ കാരണമായ വ്യക്തിയാണ് ആഖാൻ. ദൈവിക കൽപ്പനയെ ലംഘിച്ച് അവൻ പ്രവർത്തിച്ചതുകൊണ്ട് പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ സ്ത്രീഹന്മാരൊക്കെയും ക്രൈസ്തവ സഭയെ സംബന്ധിച്ചോളം വളരെ ബഹുമാന്യരാണ്, 12 അപ്പോസ്തലന്മാർ. പക്ഷെ അതിൽ യൂദാസ് ആ അപ്പോസ്തലന്മാർക്ക് അപമാനമായി മാറുകയാണ്. ഇതുപോലെ ഏതൊരു സമൂഹമായാലും കുടുംബമായാലും സഭയായാലും സൽപ്പേരുണ്ടാക്കാനും ദുഷ്പേരുണ്ടാക്കാനും ഒരുപാട് പേര് ആവശ്യമില്ല. ഒരു ഗ്ലാസ് പാലിൽ അത് മോശമാകാൻ ഒരു മീനിൻ്റെ തുള്ളി വീണാൽ മതി, അല്ല ഒരു വിഷത്തിൻ്റെ തുള്ളി വീണാൽ മതി, അത് മുഴുവൻ വിഷമായി മാറും, അല്ലെങ്കിൽ അത് അരുചിയുള്ളതായിട്ട് മാറും. ആയതുപോലെ ഞാനും നിങ്ങളും ആയിരിക്കുന്നതായ ഈ സമൂഹത്തെ, കുടുംബമായാലും സഭയായാലും സമൂഹമായാലും, നമ്മളിതിൽ ഏത് രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ്, ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കർത്താവ് 2 അർത്ഥത്തിൽ പുളിപ്പിനെ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നന്മയുടെ പ്രതീകമായും തിന്മയുടെ പ്രതീകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ അല്പം പുളിപ്പെടുത്ത് ഒരു കലം മാവിലിട്ടു, അത് പുളിച്ച് വളരെ മാർദ്ദവമുള്ള മാവായി ആ കലം നിറഞ്ഞു വന്നു എന്ന് പറയുന്നുണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച്. എന്നാൽ പരീശന്മാരുടെ ദുരുപദേശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവരുടെ പരീശന്മാരുടെ പുളിപ്പിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ദുരുപദേശവും മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ഈ ഗേര എന്ന് പറഞ്ഞ മനുഷ്യൻ മുഖാന്തരം ബെഞ്ചമിൻ ഗോത്രം മുഴുവൻ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മളും ആയിരിക്കുന്ന തലങ്ങളിൽ നമ്മൾ നന്മയാണോ തിന്മയാണോ എന്ന് വിലയിരുത്താൻ നമുക്കിടയായിട്ട് തീരണം. 33 വാക്യങ്ങളിൽ ശൗലിൻ്റെ കുടുംബത്തെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം, ശൗല് ദൈവത്താൽ വിളിക്കപ്പെട്ടവനും ശമൂവേലിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനും ആദ്യ രാജാവായിരുന്നല്ലോ. അവന് ദൈവാത്മാവ് വന്നവന് വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തവനാണ്. എന്നാൽ ദാവീദ് രാജാവാകുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ വേറെ അസ്വസ്ഥനാവുകയും അസൂയയും വെറുപ്പും വിദ്വേഷവും പകയവനിലുണ്ടാവുകയും പിന്നെ ദാവീദിനെ നശിപ്പിക്കാനുള്ള ഒരു ചിന്തയിലേക്ക് അവൻ പോവുകയും ചെയ്യുകയാണ്. ദൈവികമായ കൽപ്പനകളെ ലംഘിച്ചതുകൊണ്ടാണ് അവൻ അപ്രകാരമൊക്കെ സംഭവിക്കേണ്ടതായിട്ട് വന്നത്. അവസാനം ദൈവത്തിൽ ആരംഭിച്ച് പാപത്തിൽ അവസാനിക്കുന്ന ഒരു ജീവിതം ശൗലിൽ നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ ബൈബിളിൽ നമുക്കിങ്ങനെ അനേക ജീവിതങ്ങളെ കാണാൻ പറ്റും. ദൈവത്തിൽ ആരംഭിച്ച് പാപത്തിൽ അവസാനിക്കുക, പാപത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ അവസാനിക്കുന്നവരുണ്ട്. സമരിയ സ്ത്രീ, അവളുടെ ജീവിത ആരംഭം അത്ര നല്ലതല്ലായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവൾ മുഖാന്തരം സമരിയ ദേശം മുഴുവൻ യേശുവിൻ്റെ അടുത്ത് വരുവാനും മാനസാന്തരപ്പെടുവാനും കാരണമായി തീർന്ന അവൾ അനുഗ്രഹമായി നല്ല പുളിപ്പായി അവൾ മാറുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്, പുതിയ നിയമ കാലമെന്ന് നമ്മൾ പറയുന്നെങ്കിലും പഴയ നിയമത്തേക്കാൾ മോശമായ രീതിയിലാണ് പലപ്പോഴും സഭയിൽ സംഭവിക്കുക. നേതൃത്വത്തിൽ നിന്നൊക്കെയും അപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കാണാൻ സാധിക്കുന്നുണ്ട്. സഭയിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും.
പൈശാചിക പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കൊക്കെ വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന, അതുകൊണ്ടാണ് തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി സഭയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒഴിവാക്കാനുള്ള ശ്രമം ആരുടെയും ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പം ഇതെല്ലാം നടക്കുന്നത് ആരുടെ പേരിലാണ്? സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആളുരൂപമായ യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ് ഈ പറയുന്ന പാപപ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കണം. അവരെല്ലാം യേശുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷേ ആ കർത്താവിൻ്റെ നാമം ധരിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ കർത്താവിന് തന്നെ നാം അപമാനമായി മാറുകയാണ്. പൗലോസ്ലീഹ ഇബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ക്രിസ്തുവിന് ലോകോപവാദം വരുത്തുന്നവരായി ക്രൈസ്തവർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിന് അവകാശികളാവുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, ജഡത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. ഗലാത്യർ 5:16 മുതൽ വായിക്കുമ്പോൾ ജഡമോഹം ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനും എതിരാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. ജഡത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വ്യഭിചാരം, അശുദ്ധി, ദുർമോഹം, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇതൊക്കെയും ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളായ അതുപോലെയുള്ളതായ സ്വഭാവങ്ങളും പ്രവൃത്തികളൊക്കെ ജഡത്തിൻ്റെ സ്വഭാവമായി അദ്ദേഹം പറയുന്നു. ആത്മാവിൻ്റെ ഫലങ്ങളായി പിന്നെ പറയുന്നുണ്ട് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം. ഇതൊക്കെ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. നമ്മിൽ ഇതിൽ ഏത് ഫലങ്ങളാണ് ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഓരോരുത്തരും ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടതാണ്. ആത്മാവിൻ്റെ ഫലമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവന്ന് ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്രൈസ്തവ സമൂഹം മുഴുവൻ. എന്നാൽ നമ്മളിന്ന് മറ്റുള്ളവർക്കൊരു അപമാനമായി മാറുന്നു. ഒരു കാലത്ത് നമ്മൾ മറ്റുള്ളവർക്കൊരു അഭിമാനമായിരുന്നു. നമ്മളെ കണ്ട് മറ്റുള്ളവർ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ ജീവിക്കാൻ, ഒരുമനപ്പെട്ട് ജീവിക്കാൻ അവരൊക്കെ പഠിച്ചവരാണ്. അവരെപ്പോലും അപമാനിക്കുന്ന രീതിയിൽ നമ്മളിന്നായി തീർന്നിട്ടില്ലേ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവമേ, പരിശുദ്ധാത്മാവേ, ആ ആത്മാഫലങ്ങളുള്ളവരായി ദൈവത്തിന് വിധേയമായി ജീവിക്കാനിടയാണ്. ഞങ്ങൾ മുഖാന്തരം ആർക്കും ദുഃഖമോ ദോഷമോ നാശമോ സംഭവിക്കാതെ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും കൊടുക്കാനിടയാകണമെന്ന് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അത് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.